അനുഗ്രഹമേറിയ നല്ല ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബം സ്ഥാപിക്കുന്നു. അതിൻ്റെ പ്രതിഷ്ഠാ ദിവസം ദേശത്തിലെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന, ഉന്നതന്മാരായിരിക്കുന്ന, യോഗ്യന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന അനേകം ആളുകൾ കൂടി വന്നിരിക്കുന്നു. വാദ്യനാദങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ സകല ആളുകളും ഇതിന് വീണ് നമസ്കരിക്കണം. വാദ്യനാദങ്ങളുടെ ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ടു. സകല ആളുകളും വീണ് നമസ്കരിച്ചുവെങ്കിൽ എബ്രായ ബാലന്മാരായിരിക്കുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ഈ ബിംബത്തെ വീണ് നമസ്കരിച്ചില്ല. അപ്പോൾ കൽദയർ രാജാവിനെ കാര്യമറിയിച്ചു. രാജാവ് എബ്രായ ബാലന്മാരെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവരോട് കാര്യം തിരക്കി. അപ്പോൾ അവർ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കരയെയും കടലിനെയും ആകാശത്തെയും ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ സാക്ഷാൽ ദൈവമായ ദൈവത്തെ അവരാരാധിക്കുന്നു, അവർ സേവിച്ചു പോരുന്നു. അപ്പോൾ രാജാവിൻ്റെ കൽപ്പന ഇതാണ്: ഈ ബിംബത്തെ വീണ് നമസ്കരിച്ചില്ലെങ്കിൽ എരിയുന്ന തീയിലേക്ക് വലിച്ചെറിയും. ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. അപ്പോൾ ഭക്തന്മാരായ ചെറുപ്പക്കാർ വെളിപ്പെടുത്തുന്നത്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും രാജാവേ, നീ നാട്ടിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ആ ഒരു രീതിയിൽ അവർ വെളിപ്പെടുത്തി. രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചു. ഇവരെറിയുന്ന തീയിലേക്ക് വലിച്ചെറിയുക. ആരോഗ്യ ദൃഢഗാത്രന്മാരായ പടയാളികൾ ഇവരെ കോരിയെടുത്ത് എരിയുന്ന തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ തീയുടെ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. തീയിൽ വീണു. ഉടനടി നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു പോയി. അടുത്ത് നിൽക്കുന്ന ആളെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മൾ 3 പേരെയല്ലേ തീയിലേക്ക് വലിച്ചെറിഞ്ഞത്, എന്നാൽ 4-മനൊരുവൻ അതിൻ്റെ നടുവിലുണ്ട്. അവർ കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു, യാതൊരു കേടുപാടുമില്ല. തീയുടെ അടുക്കൽ ചെന്ന നെബൂഖദ്നേസർ അവരെ വിളിച്ചു, അവരെ പുറത്തു കൊണ്ടുവന്നു. അവരിൽ തീയുടെ മണം പോലും ഇല്ലായിരുന്നു. തീയിൽ വീഴ്ത്തപ്പെട്ടപ്പോൾ അവർ 3 പേരായിരുന്നു. എന്നാൽ അതിൻ്റെ അകത്ത് 4-മതൊരുവനെ കൂടി കണ്ടു. അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ 4-മനായി ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം പുറത്തില്ലായിരുന്നു, അകത്തുണ്ടായിരുന്നു. തുടർന്ന് നെബൂഖദ്നേസർ അവരെ വിളിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെ എന്നാണ് വിളിക്കുന്നത്. തീയുടെ പ്രതികൂലം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ജീവിതത്തെ കവർന്നെടുക്കുവാൻ, ചാരമാക്കുവാൻ വിചാരിച്ചുവെങ്കിലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തി തൻ്റെ ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്ന ദൈവസാന്നിധ്യം. ഇതേ രാജാവ് തന്നെ ഇവർ സേവിക്കുന്ന ദൈവമാണ് ദൈവമെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഇടപെടൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉണ്ടായി. നിനക്കെതിരെ നിന്നെ വിഴുങ്ങുവാൻ ശത്രു പദ്ധതിയിട്ട് കെണികളൊരുക്കി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആ കെണിയിൽ വീഴ്ത്തപ്പെടാതെ വണ്ണം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, ഇനിയിപ്പോൾ വീണാലും കേടുപാട് സംഭവിക്കാതെ, അതിൻ്റെ യാതൊരു പോറലും ഏക്കാതെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവം ഉയരത്തിൽ വസിക്കുന്നു. അവൻ പുറത്ത് കൊണ്ടുവരിക മാത്രമല്ല, നിന്നെ കെണിയിൽ വീഴ്ചവനെയും നിന്നിൽ ഒരുവനെപ്പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കത്തക്കവണ്ണം വേർതിരിപ്പാൻ ശക്തനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം. ആ കർത്താവിൽ ശരണപ്പെടാം, ആ കർത്താവിൽ ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.